പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ പ്രഭാതത്തില് ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ 17ാമത്തെ ദിവസം കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ജീവനും ശക്തിയും സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതലുമെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും അതിന് കാരണമായ എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളെയും അതിന് കാരണമായ ഞങ്ങളുടെ അകൃത്യങ്ങള്, പാപങ്ങള് എല്ലാം ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ദിനങ്ങള് പണ്ടത്തേതുപോലെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സാന്നിധ്യത്തില്, അങ്ങയുടെ ശക്തിയില് മുന്നോട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന, ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങള് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ആരോപികളെയും, എല്ലാ ദേശത്തിന്റെ കുടുംബത്തിന് മേലുള്ള എല്ലാ ദുഷ്ട കാവൽ ദൂതന്മാരെയും അവരുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവെ, വലിയ വിടുതൽ അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ ആധിപത്യമോ അധികാരമോ അവകാശമോ സ്ഥാപിച്ചുകൊണ്ട് അങ്ങയുടെ കൃപകൾ, അങ്ങയുടെ അഭിഷേകം, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങള് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തില് ഏതെങ്കിലും അരൂപികൾ ഉണ്ടെങ്കിൽ ഈശോയെ, അതെല്ലാം അവിടുന്ന് തന്നെ നിർവീര്യമാക്കണം. മിഖായേൽ മാലാഖയെ അയച്ച് ഗബ്രിയേൽ ദൂതനെ സഹായിച്ച് പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനെ പരാജയപ്പെടുത്തുവാൻ അതിശക്തമായി ഇടപെട്ട കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തികം, ഭൗതികം, ആത്മീയം എല്ലാ മേഖലകളെയും അനുഗ്രഹത്തിൽ നിന്ന് തടസ്സപ്പെടുത്തി വച്ചിട്ടുള്ള എല്ലാ ആരോപികളെയും കർത്താവെ, അവിടുന്ന് പരാജയപ്പെടുത്തണമേ, നിർവീര്യമാക്കണമേ. ആ സാന്നിധ്യങ്ങളെ എടുത്തു മാറ്റണമേ. കർത്താവ്, ഞങ്ങൾ ഇന്നേ ദിനത്തില് പ്രത്യേകമാവിധം ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ ഒരു വലിയൊരു വിടുതലിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും ഗർഭചിത്രത്തിന്റെയും അവസ്ഥയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാച് അവന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവെ, അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഈ അരൂപികളെ നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ തലമുറയ്ക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ വിമോചനം നൽകി അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ 17ാം ദിവസത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ദിവ്യാനുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന അരൂപികൾ. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ നടന്ന ഗർഭചിത്രം, ആത്മഹത്യ, കൊലപാതകം. അതായത് ജീവനെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിലൂടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന പിശാചിന്, മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്, ആ ഒരു ദൂതന് നമ്മുടെ കുടുംബത്തിന്റെ മേല് ഒരു അവകാശം.
ആ അരൂപി അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കള് വളർത്തില്ല. രോഗങ്ങള്, തകർച്ചകള്, ചില ആത്മഹത്യ പ്രവണത, നശീകരണ പ്രവൃത്തികള്, ഇത് നമ്മുടെ കുടുംബത്തില് ആധിപത്യം ഉറപ്പിക്കും. അപ്പൊ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഈ അരൂപികൾ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും. അതാണ് നമ്മൾ കാണുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥനയില് ദൈവം ഇടപെട്ടിട്ട ദൂതനയച്ചപ്പോ ഇതാ ആ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ പാപം നടക്കുമ്പോഴും ആ പാപത്തിലൂടെ ഒരു അരൂപി നമ്മുടെ കുടുംബത്തിന് മേൽ ഒരു തരം ആധിപത്യം ഏറ്റെടുക്കുകയാണ്. മരണ സംസ്കാരത്തിന്റെ ഉടയവനാവുന്ന പിശാചിന് ഒരു തരം ആധിപത്യം കിട്ടും. ആ ആധിപത്യം ഉള്ളപ്പോ അവൻ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ജോലി, ബിസിനസ് ഒക്കെ നയിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ അരൂപികൾ നിൽക്കുമ്പോൾ ആ അരൂപിയുടെ സാന്നിധ്യത്തെ നമ്മൾ പരാജയപ്പെടുത്തും. അതിന് ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, കൊളോസസ് 2:14-15 ദിവസങ്ങളില് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു കുരിശിൽ നിരായുധമാക്കി അവയെ പരസ്യമായിട്ട് അവഗണന പാത്രമാക്കണം. ആ കർത്താവിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഇത് അനിൽ ഫാസ്റ്റിങ്ങിന്റെ നമ്മുടെ വലിയ ഭാഗ്യം. കർത്താവ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഈ മേഖലകളിൽ നമ്മൾ കണ്ടെത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ ആത്മഹത്യ, ഗർഭചിത്രം, കൊലപാതകം, ജീവനെ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവൃത്തികള്, ഇതെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന്, ഞങ്ങളുടെ തലമുറയിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണം, ഞങ്ങളെ വിടുവിക്കണം, ഞങ്ങളെ സ്വതന്ത്രമാക്കണം. എന്നിട്ട് അങ്ങയുടെ അനുഗ്രഹങ്ങൾ കടന്നു വരാനുള്ള ഈ തടസ്സപ്പെടുന്ന രൂപികളെ നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങള്, അങ്ങയുടെ കൃപകള് ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് അതിശക്തമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ആ ചൈതന്യത്തോടു കൂടി കർത്താവിന് കുരിശോട് ചേർത്ത് വെച്ച് ഒരു വലിയൊരു വിമോചനത്തിന് വേണ്ടി, വിടുതലിനു വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരുണയുടെ ജപമാലയും മാതാവിന്റെ ജപമാലയും നമ്മുടെ വിശുദ്ധ കുർബാനയും കരുണയുടെ വലിയ അർത്ഥനങ്ങളായിട്ട് ദൈവികാനുസരണത്തില് നമുക്ക് അമ്മ മാതാവിന്റെ മധ്യസ്ഥയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾ താർക്കുന്ന നാശകരമായ, മരണകരമായ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിക്കുന്ന കർത്താവിന്റെ കുരിശിലെ ആ രക്തത്തിന്റെ യോഗ്യത, പീഡാസഹനത്തിന്റെ യോഗ്യത, അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാ മക്കളും നമ്മൾ തിരുരക്തത്തിന്റെ ജപമാല ഒത്തിരിയേറെ പേര് എല്ലാ ദിവസവും, ആയിരക്കണക്കിന് പേരാണ് തിരുരക്തത്തിന്റെ ജപമാല പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പറഞ്ഞിരുന്നു, അതിശക്തമായിട്ട് ആ ജപമാല നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അടിച്ചു കൊടുത്താൽ മതി. തിരുരക്തത്തിന്റെ ജപമാല അതെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിൽ വയ്ക്കുക, നമ്മുടെ വാഹനത്തിൽ വയ്ക്കുക, ജോലി സ്ഥലത്ത് വയ്ക്കുക, കടകളിൽ വയ്ക്കുക. അങ്ങനെ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുരിശുപാന ശക്തിയാൽ ഈ വക ആധിപത്യങ്ങള്, മരണ സംസ്കാരത്തിലൂടെ ഇവനാവുന്ന പൈശാചിക ശക്തികള് നിർവീര്യമാക്കപ്പെടട്ടെ. ജീവദായകമായ കർത്താവിന്റെ തിരുരക്തം ജീവന സമൃദ്ധി കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. അങ്ങനെ ഈ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, അതിലൂടെ സാമ്പത്തികം, ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യം, എല്ലാ മേഖലകളിലേക്കും കർത്താവിന്റെ അനുഗ്രഹം ഒഴുകിയിറങ്ങാൻ തുടങ്ങും. തടസ്സമില്ലാതെ ഒഴുകിയിറങ്ങി ദിവസങ്ങളില് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയും ഈ മേഖലയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ 17ാമത്തെ ദിവസം ഇദാനിയിൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നൽകുന്ന കൃപകള് ഞങ്ങളുടെ കുടുംബത്തിന് മേൽ ആധിപത്യം ഉറപ്പിച്ച് ഞങ്ങൾ മരിക്കാനും ഇല്ലാതാകാനും വേണ്ടി ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരാൻ കാരണമായ ഞങ്ങളുടെ കുടുംബത്തിലെ, പാരമ്പര്യത്തിലെ ആത്മഹത്യ, ഗർഭചിത്രം, കൊലപാതകം, നശീകരണത്തിന്റെ ഒരു മരണ സംസ്കാരത്തിന്റെ പ്രവൃത്തികള് കർത്താവേ, ഇതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അതിലൂടെ കടന്നു വന്ന പൈശാചിക ആധിപത്യങ്ങളെ, അവകാശങ്ങളെ
അധികാരങ്ങളെ എന്നേക്കുമായി ഈ 17-ാം ദിവസം നിർവീര്യമാക്കി ബഹിഷ്കരിച്ച് അവസാനിപ്പിച്ച് കർത്താവേ, അങ്ങയുടെ കുരിശുമാന ശക്തിയാൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവിടെ കുടുംബം, പാരമ്പര്യം, വീട്, തലമുറ, എല്ലാ മേഖലകളിലുമുള്ള മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിനെ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങളെ, അവന്റെ അവകാശങ്ങളെ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ, പ്രസരിക്കട്ടെ, ഒഴുകട്ടെ, നിറയട്ടെ, കവിയട്ടെ. അങ്ങയുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അങ്ങ് പറയുന്ന കർത്താവെ, അങ്ങ് കുറിച്ച് ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഇപ്പോൾ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ കുടുംബത്തിന്റെ, ഇവിടെ പ്രിയപ്പെട്ട മക്കളുടെ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. അങ്ങയുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ്, ഈ സമയം ഞങ്ങളെ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മിഖായേൽ മാലാഖയെ അയച്ച്, കാവൽ മാലാഖമാരെ അയച്ച് എല്ലാ രോഗികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഈലടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വേഗം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടചിന്തവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ നശിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ഇടയാകാതിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ സംരക്ഷണം വീണ്ടും ഞങ്ങൾക്ക് ഉറപ്പിച്ചു നൽകണമേ. ഒരു തിന്മയുടെ രൂപികളോ പൈശാചിക പീഠകളോ അവന്റെ ആധിപത്യങ്ങളോ അധികാരങ്ങളോ അവകാശങ്ങളോ ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലോ ഞങ്ങളുടെ മക്കളുടെ മേലോ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങ് പരമാധികാരം ഏറ്റെടുക്കണമേ. അങ്ങ് സർവാധിപത്യം ഏറ്റെടുക്കണമേ. അങ്ങ് ഭരണം ഏറ്റെടുക്കണമേ. അതിനായി ദിവ്യകാരുണ്യശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ മക്കളെ സമർപ്പിക്കുന്നു, ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രാർത്ഥനയോടെ മക്കളെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനു വേണ്ടി ഏറ്റവും എളിമയോടുകൂടി പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ കൃപയും കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ ശക്തിയും നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ വീട്ടില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ തലമുറയിൽ പ്രകടമാകാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന സമൃദ്ധി നൽകാൻ വേണ്ടി വന്ന കർത്താവെ, അങ്ങയുടെ ജീവന സമൃദ്ധിയിൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങൾക്കുള്ള സകലതിനെയും നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.